ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹുമ്മൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അറേബ്യൻ സ്റ്റൈൽ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുനോക്കുക. ഹുമ്മൂസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് വെള്ളക്കടലയാണ്. ഇത് 2-3 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇനി തലേദിവസം വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ 3 മണിക്കൂർ മാത്രമേ വെള്ളത്തിലിട്ടിട്ടുള്ളൂ. എന്നിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. 1.5 കപ്പാണ്. അതിക്ക് ഞാൻ 1.5 കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്തതാണ്. ഞാനിപ്പോൾ വേവിച്ച് വെച്ച ആ കടലേൻ്റെ വെള്ളം കൂടെ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എടുത്താൽ മതി. ഇതിലോട്ട് അധികം പുളിയില്ലാത്ത തൈര്, ഒരു 2 ടീസ്പൂണോളം തൈര് ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകും. പിന്നെ വേണ്ടത് നാരങ്ങയുടെ ജ്യൂസാണ്. അതിൻ്റെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം നാരങ്ങയുടെ ജ്യൂസ് മാത്രമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഹുമ്മൂസിന് കയ്പടിക്കൂട്ടാ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. ഒരു 2-3 ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിക്ക് വേണ്ടത് തഹീനയാണ്. തഹീന ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ വൈറ്റ് എള്ളുണ്ടല്ലോ, അതൊന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 2 മിനിറ്റോളം ഒരു പാനിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. 3 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വൈറ്റ് എള്ള്. ഇതിട്ട് കൊടുത്തിട്ട് ഇതിക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. ഫസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് അതിന് ശേഷം മാത്രം ആ ഒരു കടലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഗൾഫിൽ നിന്ന് മാത്രം കഴിച്ചു വരുന്നവർ, ഇത് നാട്ടിലുണ്ടാക്കിയാൽ ശരിയാവില്ല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല എന്ന് പറയുന്നവർ ഒരു റെസിപ്പി ആയിട്ട് എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. ഇനിതാ ഞാൻ ആ ഒരു തൈര് മിക്സ് ഉണ്ടല്ലോ, കടലയും എല്ലാതും പാടെ അങ്ങനെ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. അപ്പോൾ ഇതാ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ ഇങ്ങനെയല്ലേ ഹുമ്മൂസ് എല്ലാം സെറ്റാക്കി എടുക്കൽ. ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകൾക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, എന്നാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പുറത്തുനിന്ന് കഴിക്കുന്ന അതുപോലത്തെ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. എന്തായാലും ഉണ്ടാക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിന് ഒലിവ് ഓയിൽ തന്നെ വേണം കേട്ടോ, അതെന്തായാലും നിർബന്ധമാണ്. ഇനി മുകളിലിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കടല വേവിച്ചപ്പോൾ ഞാൻ 2-3 പീസ് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതുമാടെ ഇട്ട് കൊടുക്കുക. ഇനി മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമാടെ ഇട്ട് കൊടുക്കുക. ഇതുണ്ടാക്കുന്ന നേരം മല്ലിയില ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാനത് ഇട്ട് കൊടുത്തിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള തന്നെ ഹുമ്മൂസ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.